മാറ്റിയ ഒരു വലിയ പേര് മാത്രമല്ല അതിന്റെ വിഷയം. പക്ഷേ ഗാന്ധിജിയേക്കാൾ വരുന്ന വേറൊരു ഗാന്ധിയാണ് എന്നാണ് ഇന്ന് നമ്മുടെ സഭയിൽ കണ്ടത്. കോൺഗ്രസ് വേറൊരു ഗാന്ധിയെ ന്യായീകരിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് കണ്ടത്. മഹാത്മാഗാന്ധിയുടെ പേരും മാറ്റി 100 ദിവസം തൊഴിൽ ഉറപ്പു നൽകുന്ന ഒരു നിയമം അട്ടിമറിച്ച് അതിനെതിരെ സഭ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സന്ദർഭത്തിൽ അതിന് തയ്യാറായില്ല. അപ്പൊ BJPയെ ഒരു തരത്തിലും അലോസരപ്പെടുത്താൻ തങ്ങളില്ല എന്ന സന്ദേശം കൂടിയാണ് ഇന്ന് നൽകിയത്. തൊഴിലുറപ്പ് നിയമത്തിനെതിരെ കേരള നിയമസഭ ഒറ്റക്കെട്ടായിട്ടൊരു പ്രമേയം പാസാക്കിയാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എത്ര വലുതാണ്. അങ്ങനെ ഒരു അവസരം BJPക്ക് സൃഷ്ടിക്കാൻ തങ്ങളെ കിട്ടില്ല എന്ന നിലപാടാണ് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അത് തടസ്സപ്പെടുത്താൻ ഉന്നയിച്ചത് ശബരിമല വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശബരിമല മിണ്ടിയിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, ഇപ്പൊ പഴയ ആവേശം കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ഇത് വീണ്ടും ആ പ്രശ്നം ഉന്നയിച്ചത്. മാത്രമല്ല, അന്വേഷണം തങ്ങളിലേക്ക് നീളുന്നു എന്ന ഭയം ഇപ്പൊ പ്രതിപക്ഷത്തിനുണ്ട്. SITക്കും ഹൈക്കോടതിക്കും തന്നെ വേണ്ടി സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കം പ്രതിപക്ഷ നേതാവ് നടത്തുക. അത് ഗുരുതരമായ നീക്കമാണ്. ഹൈക്കോടതി